സത്യപ്രതിജ്ഞാ വേദിയിൽ വെച്ച് ജോസഫ് വിജയിന് രാഹുൽ ഗാന്ധി നൽകിയ ഉപദേശം വളരെ കൃത്യതയോടുകൂടി പാലിക്കുകയാണ് തമിഴകത്ത് അദ്ദേഹം. ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബദ്ധവൈരികളായി പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികൾ നിലനിന്നിരുന്ന പൂർവകാല ചരിത്രം അത് പരിപൂർണമായും മാറ്റിയെടുക്കുകയാണ് വിജയ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, AIADMK എന്ന് പറയുന്ന പാർട്ടിയെ നെടുകെ പിളർത്തിയിരിക്കുന്നു. ആ പാർട്ടി ഇപ്പോൾ രണ്ടു ഭാഗമായി മാറി. എടപ്പാടി പളനിസ്വാമിക്ക് 12 പേരുടെ പിന്തുണ, SP വേലുമണിക്ക് 30 പേരുടെ പിന്തുണ. 30 പേരും നാളെ മുതൽ വിജയുടെ സർക്കാരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രണ്ടായി മാറ്റിയതിനു ശേഷം വിജയ് നേരെ പോയത് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാനായിരുന്നു. പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള സ്റ്റാലിൻ്റെ മകൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം MK സ്റ്റാലിനും മകനുമായി വിജയ് ദീർഘനേരം സംസാരിച്ചു. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ, മുൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലെത്തി സന്ദർശിക്കുക എന്ന് പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്രമാണ്. മുൻപെല്ലാം അധികാരത്തിൽ വരുന്നവർ എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ നിഷ്കരണം ഇല്ലാതാക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ എപ്പോഴും പ്രതിപക്ഷ ഭരണപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നതിനപ്പുറം ബദ്ധവൈരികളായി മാറുന്ന അപൂർവ ചരിത്രമാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി തമിഴകത്തെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിജയുടെ ഈ പുതിയ നീക്കം സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ADMKയെ തങ്ങളോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെക്യുലറിസം എന്ന് പറയുന്ന ഉദാത്തമായ മുദ്രാവാക്യം വളരെ ശക്തമായി കൊണ്ടു നടന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ദേശീയ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ച MK സ്റ്റാലിനെ അത്ര പെട്ടെന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന് തമിഴ് മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സൂചന തമിഴകം ഒന്നടങ്കം ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള സാധ്യതകളാണ്. കാരണം വിജയിയെ ഒരു എതിരാളിയായി കാണുന്നതിൽ നിന്ന് സ്റ്റാലിൻ ആദ്യം തന്നെ പിന്നാക്കം പോയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നണിയോടൊപ്പം നിലയുറപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ CPM, CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ 6 അംഗങ്ങൾ ഉൾപ്പെടെ 8 പേരാണ് ഇപ്പോൾ മന്ത്രിസഭയ്ക്ക് പുറമേ നിന്നും പിന്തുണ നൽകുന്നത്. കോൺഗ്രസിൻ്റെ 5 അംഗങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി വിജയ്ക്ക് നേരിട്ട് പിന്തുണ നൽകുകയും മന്ത്രിസഭയിൽ അംഗങ്ങളായി മാറാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്റ്റാലിൻ്റെ തീരുമാനം ഒറ്റ കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാലഘട്ടത്തിലും തമിഴകത്ത് ഒരു സ്ഥാനമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ പാർട്ടിയായി അറിയപ്പെടുന്ന AIADMK, ആ പാർട്ടിയെ ഒരു കാലഘട്ടത്തിലും ഭരണത്തിലെത്തിക്കാനും ആഗ്രഹമില്ല. ഈ 2 ചിന്താ പദ്ധതികളുമായിട്ടാണ് സ്റ്റാലിൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പുതിയ കാലം, പുതിയ ജനത, പ്രത്യേകിച്ച് യുവജനത സ്വീകരിച്ച വിജയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും പിന്തുണ നൽകാൻ സ്റ്റാലിൻ തീരുമാനിച്ചു. അങ്ങനെയാണ് DMK മുന്നണിയിൽ നിലയുറപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ മറുഭാഗത്ത് വിജയ്ക്ക് പിന്തുണ നൽകാൻ CPM-ഉം CPI-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തയ്യാറായത്. ഇതിൻ്റെ ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ കൂടിയാണ് ജോസഫ് വിജയുടെ ഇന്നത്തെ സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ച. വളരെ ഹൃദ്യമായ രീതിയിലാണ് DMK നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. DMKയുടെ നേതാവ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തൻ്റെ വസതിയിലെത്തിയ വിജയിയെ ഷാളണിയിച്ച് സ്വീകരിച്ചു. വിജയ് തിരിച്ചും ഷാളണിയിച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ കയ്യിൽ കരുതിയ ഉപഹാരം മകനും MK സ്റ്റാലിനും കൈമാറി. വളരെ ആഹ്ലാദകരമായ ഒരന്തരീക്ഷത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറുന്ന കാഴ്ചയ്ക്കാണ്
മിനിറ്റുകൾക്ക് മുമ്പ് തമിഴകം സാക്ഷ്യം വഹിച്ചത്. അതേ സന്ദർഭത്തിൽ തന്നെയാണ് മറുഭാഗത്ത് AIADMK ഒരു വലിയ പിളർപ്പിലേക്ക് പോയത്. വെറും 12 MLA-മാർ മാത്രമാണ് ഇപ്പോൾ ജോസഫ് വിജയിയെ എതിർക്കുന്നവരായി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പാളയത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയോടൊപ്പം വെറും 12 പേർ. ബാക്കിയുള്ള 30 പേർ SP വേലുമണിയോടൊപ്പം ഈ സർക്കാരിന് പിന്തുണ നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും തമിഴിൻ്റെ മൊത്തം രാഷ്ട്രീയമെടുത്ത് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾ വിജയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. വെറും 5 MLA മാത്രമാണ് കോൺഗ്രസിനുണ്ടായത്. ഈ 5 MLA-മാർ വിജയിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചപ്പോൾ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെ അതിനിശ്ചിതമായി വിമർശിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി. സ്റ്റാലിൻ വളരെ വേദനയോടുകൂടി കോൺഗ്രസിന്റെ നീക്കത്തെ കണ്ടു. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് 5 MLA-മാരുടെ പിന്തുണ ഒരുപക്ഷെ വിജയിക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ തൂക്ക് മന്ത്രിസഭ തമിഴ്നാട്ടിൽ ഉണ്ടാകുമായിരുന്നു. സ്വാഭാവികമായും മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴകം നീങ്ങുകയും ചെയ്യുമായിരുന്നു. അവിടെയാണ് തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. 5 MLA-മാരെ നൽകി എന്നു മാത്രമല്ല, ദേശീയ പ്രാധാന്യമുണ്ടാക്കാൻ തക്ക രീതിയിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അടക്കം ഡൽഹിയിൽ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, തിരക്കേറിയ ഒരു ദിവസത്തിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പറന്നുപോയി. അവിടെ വച്ച് വിജയിക്ക് നൽകിയ പിന്തുണ അത് വലിയ ഒരു പിന്തുണ തന്നെയായി ദേശീയ രാഷ്ട്രീയം വിലയിരുത്തി. അതിനുശേഷമാണ് വിജയുമായി നിൽക്കുന്ന ഫോട്ടോയും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെയുള്ള വീഡിയോയും ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി നൽകിയത്. അവിടെ 4.6 മില്യൺ ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുകയും രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയും ചെയ്തത്. 1.2 മില്യൺ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കൂടി കണ്ടു എന്ന് പറയുമ്പോൾ വിജയ് ഒരു സാധാരണ മുഖ്യമന്ത്രി മാത്രമല്ല, തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിടിച്ചുകെട്ടാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു സമര പോരാളിയായി കൂടി മാറുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ വാചകങ്ങളിലൊന്ന് സെക്യുലറിസം എന്നുള്ളതാണ്. മതേതരത്വ കാഴ്ചപ്പാടുകൾ മുറുകെ പിടിച്ച് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ആലിംഗനം ചെയ്ത് അവരോടൊപ്പം ഒറ്റക്കെട്ടായി തമിഴകത്തെ നയിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ അവസാനിച്ചത് ദ്രവീഡിയൻ രാഷ്ട്രീയമാണ്. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തമിഴ്നാടിനെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറ്റുന്ന കാര്യത്തിൽ വിജയിക്കുക തന്നെ ചെയ്തു. ഒരുപക്ഷെ ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. ഭാഷയെയും പ്രദേശത്തെയും സ്നേഹിച്ചുകൊണ്ട് തമിഴ് എന്ന് പറയുന്ന മുദ്രാവാക്യം തുടർച്ചയായി മുഴക്കിക്കൊണ്ട് ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് പോലും പല ഘട്ടങ്ങളിലും മാറി നിൽക്കേണ്ട രീതിയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം അടിച്ചേൽപ്പിച്ച കാലഘട്ടത്തെ അവസാനിപ്പിക്കുകയാണ് വിജയ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദം മാത്രമായിരിക്കില്ല. ഇന്ത്യയാകെ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തെക്കുറിച്ച് വിജയ് സ്വപ്നം കാണുന്നു എന്ന് വേണമെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി നേരെ പോയി കണ്ടത് ഒരു സാധാരണ സിനിമ നടനെയല്ല, പുതുതായി രാഷ്ട്രീയ പ്രവേശനം ചെയ്തിട്ടുള്ള പക്വമതിയല്ലാത്ത ഒരു നേതാവിനെയല്ല, മറിച്ച് തെന്നിന്ത്യയിൽ നിന്നാരംഭിച്ച് ഇന്ത്യയാസകലം പടർത്തിവിടാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ ചിന്താ പദ്ധതിയെയും ഒരു രാഷ്ട്രീയ അശ്വത്തെയുമാണ് രാഹുൽ ഗാന്ധി കൂടെ ചേർത്തിരിക്കുന്നത്. അദ്ദേഹം വിജയിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. തൂക്കുമന്ത്രിസഭ, അധികം ആളുകളുടെ പിൻബലമില്ലാത്ത മന്ത്രിസഭ, സ്റ്റാലിൻ ഒന്ന് മൂളിയാൽ നാളെ തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു മന്ത്രിസഭ, അങ്ങനെയുള്ള മന്ത്രിസഭയിൽ നിന്ന് ഇപ്പോഴിതാ AIADMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നെടുകെ പിളർത്തി 30 അംഗങ്ങളുടെ പിന്തുണ കൂടി ആർജിക്കുന്നതോടെ വിജയ് തെന്നിന്ത്യയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിയായി മാറുകയാണ്.
അതിനോടൊപ്പം തന്നെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പൂർവ്വകാല നേതാക്കന്മാരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കാണിച്ച ഈ വിശാല മനസ്കത വെറും രാഷ്ട്രീയ യുദ്ധത്തിനപ്പുറം ദേശീയതയുടെ പ്രതീകമായി വിജയിയെ മാറ്റിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണഭൂതനായി മാറിയ രാഹുൽ ഗാന്ധിക്ക് തുടർച്ചയായ കയ്യടി തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു.